ഗണിത അസംബ്ലിയിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ഗണിത പ്രാർത്ഥന അവതരണം ക്ലാസ് 7 വിദ്യാർത്ഥികൾ. നിറയും ഗണിതമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ, ഗണിത ചിന്തയാൽ പൂരിതമാക്കുവാൻ എൻ മനസ്സിനെ സജ്ജമാക്കണമേ. എങ്ങുമെങ്ങും നിറയും ഗണിതമേ, കാലമുരുളുന്ന ചക്രവും നീയല്ലോ, വൃത്തി നൽകുന്ന ഉയരവും നീയല്ലോ, സൂര്യഗോളവും ചന്ദ്രനും ഭൂമിയും താങ്ങി നിർത്തുമീ ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും ഗണിതമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ, ഗണിത ചിന്തയാൽ പൂരിതമാക്കുവാൻ എൻ മനസ്സിനെ സജ്ജമാക്കണമേ. എങ്ങുമെങ്ങും നിറയും ഗണിതമേ, ആഴമേറും കടലിൻ കരുത്തിലും മൂല്യമേറും ധനത്തിൻ കണക്കിലും ആദരന്തമായി എൻ്റെ മനസ്സിലും ഗണിതമേ നീ കുടിയിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും ഗണിതമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ, ഗണിത ചിന്തയാൽ പൂരിതമാക്കുവാൻ എൻ മനസ്സിനെ സജ്ജമാക്കണമേ. എങ്ങുമെങ്ങും നിറയും ഗണിതമേ. ചിന്ത ആയാലോ അവതരണം അക്ഷയ എസ്. ദൈവം പ്രപഞ്ചം എഴുതിയ ഭാഷയാണ് ഗണിതശാസ്ത്രം. ഗലീലിയോ. ദൈവം പ്രപഞ്ചം എഴുതിയ ഭാഷയാണ് ഗണിതശാസ്ത്രം. ഗലീലിയോ. ഗണിത പ്രതിജ്ഞ എടുക്കാം. നമുക്ക് വേണ്ടി പ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് അനുശ്രീയു. ഗണിതം എൻ്റെ ആത്മാവാണ്. എല്ലാ വിഷയങ്ങളെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ ഗണിത പൈതൃകത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ഗണിതത്തിന്റെ ശാസ്ത്രജ്ഞന്മാരെയും അധ്യാപകരെയും ബഹുമാനിക്കുന്നു. ഞാൻ ഗണിതത്തിന്റെ സർവ്വതോന്മുഖമായ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രയത്നിക്കും. ഭാരതീയ ഗണിത പാരമ്പര്യത്തിന്റെ ഗുരുക്കന്മാരായ ഭാസ്കരാചാര്യൻ, വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ എന്നിവരെ ഞാൻ നമിക്കുന്നു. അവർ തുടക്കം കുറിച്ച നമ്മുടെ മഹത്തായ ഗണിത പാരമ്പര്യം ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എല്ലാ വിഷയങ്ങളിലും എന്റെ സാന്നിധ്യം ഞാൻ ഉറപ്പുവരുത്തും. ജയ് ഹിന്ദ്. ആ കൗതുകം നമുക്കായി അവതരിപ്പിക്കുന്നത് അനുഗ്രഹ എസ്. ഗണിത കൗതുകം. ഏതൊരു ഒറ്റ സംഖ്യയെയും ഇംഗ്ലീഷിൽ എഴുതിയാൽ അതിൽ എല്ലാം ഉണ്ടായിരിക്കുന്ന അക്ഷരമാണ് ഇ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സംഖ്യയ്ക്കു തുല്യമായ അക്ഷരങ്ങളുള്ള ഒരേ ഒരു സംഖ്യയാണ് 4. അതിവർഷമല്ലാത്ത ഏതൊരു വർഷത്തിന്റെയും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 1-ാം തീയതി ഒരേ ദിവസമായിരിക്കും. 9ന്റെ ഏതൊരു ഗുണിതം എടുത്താലും അവയുടെ അക്കത്തുക ഒരക്ക സംഖ്യ ആവുന്നതുവരെ കണ്ടെത്തിയാൽ 9 എന്നു തന്നെ കിട്ടും. 1 മുതൽ 999 വരെയുള്ള സംഖ്യകൾ ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതിയാൽ അവയിൽ ഒന്നിലും എ എന്ന അക്ഷരം ഉണ്ടാവില്ല. അശ്വതി അവതരിപ്പിക്കുന്ന ഒരു ചെറിയ ഗണിത ക്യൂസ് ആണ്. 1 കോടിയിൽ എത്ര പൂജ്യങ്ങളുണ്ട്? 7 ആൻസർ. ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയുന്നത് ആൻസർ ഗണിതശാസ്ത്രം. റോമൻ സംഖ്യയിൽ വി എന്നാൽ 5 ആണ്. 10നെ എഴുതാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത്? ആൻസർ എക്സ്. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യയുടെ തുക? ആൻസർ 15. ഏറ്റവും
ചെറിയ അഭാജ്യ സംഖ്യ ഏത്? ആൻസർ 2. ഇനി ഒരു ഗണിത സ്കിറ്റ് ആണ്. ഗണിത ഭാഷയിലെ അക്ഷരങ്ങളാണല്ലോ സംഖ്യകൾ. സംഖ്യകൾ തമ്മിൽ ഒരു ദിവസം ഭയങ്കര വഴക്കായി. അതിനുശേഷം എന്ത് സംഭവിച്ചു? ശ്രദ്ധയോടെ കാണുക. ഇത് സംഖ്യകളുടെ മായാലോകം. ഈ ലോകത്തിൻ്റെ സ്പന്ദനം തന്നെ തങ്ങളാണ് എന്നറിയാമെങ്കിലും വളരെ സൗഹൃദത്തോടെ യാതൊരു അഹങ്കാരവുമില്ലാതെ സഹകരിച്ച് അവർ പ്രവർത്തിച്ചു. എന്നാൽ ഒരു ദിവസം ഇവിടെ ഞാനാണ് ഏറ്റവും വലിയവൻ, എനിക്കാണ് ഏറ്റവും കൂടുതൽ മൂല്യം, നിങ്ങളെല്ലാവരും എൻ്റെ അടിമകൾ, ഞാൻ നിങ്ങളുടെ രാജാവ്, ഇവിടെ എൻ്റെ സിംഹാസനം കൊണ്ടുവരും, നിങ്ങൾക്ക് ശേഷം എനിക്കാണല്ലോ മൂല്യം കൂടുതൽ, അപ്പോൾ ഞാനാണ് ഇവിടുത്തെ മന്ത്രി, ബാക്കിയുള്ളവർ മര്യാദയ്ക്ക് എന്നെ അനുസരിക്കണം. ഓഹോ, അപ്പോൾ ഞാനും നിങ്ങൾക്ക് ശേഷം ഞാനാണ് വലിയവൻ, എനിക്ക് താഴെയുള്ളവർ എന്നെ അനുസരിക്കണം, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇവിടെ 5, 4, 3, 2, 1 ഇവിടെ വരൂ. ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ മുതലാളി. 4, 3, 2, 1 ഇനി എൻ്റെയും അടിമകൾ. ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഭയങ്കര പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അവരുടെ വാദപ്രതിവാദം തുടർന്നു. കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനായ ഒന്ന് കൂടുതൽ വിഷമിച്ചു. കാരണം അവനാണല്ലോ ഏറ്റവും കുറഞ്ഞ നില. തൊട്ട് താഴെയുള്ള 0 യാതൊരു വിലയുമില്ല. നിങ്ങളെല്ലാവരും എൻ്റെ മുകളിലാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ദുഃഖം ആരോടും പറയാനുമില്ല. എനിക്ക് താഴെ യാതൊരു വിലയുമില്ലാത്ത 0 സങ്കടവും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. മതി, ഞാൻ അവനെ ചേർത്ത് നിർത്തുകയാണ്. ഞങ്ങൾ ഈ നാട് വിട്ടു പോകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ നന്ദി. അരുത്, നിങ്ങൾ പോകരുത്, എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് നിങ്ങൾക്കാണ്. ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ശക്തി മനസ്സിലാക്കാതെ നാം വെറുതെ കലഹിച്ചു. ഒരുമയുടെ ശക്തി നമുക്ക് മനസ്സിലാക്കി തന്ന ഇവരാണ് ഇനി നമ്മുടെ താരങ്ങൾ. വരൂ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അങ്ങനെ സംഖ്യാലോകത്ത് വീണ്ടും ആഹ്ലാദം അലറി. ഈ ഗണിത അസംബ്ലിയെക്കുറിച്ച് അഭിപ്രായം പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രധാന അധ്യാപിക സന്ധ്യ ടീച്ചറെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഗണിത അസംബ്ലി കണ്ടിരുന്നപ്പോൾ നമ്മളൊക്കെ സംഖ്യകളാണെന്ന് തോന്നി അല്ലേ? ആകെ ഗണിതമായിരുന്നു. ഇവിടെ എല്ലാവരും വളരെ നല്ല രീതിയിൽ പരിപാടികൾ അവതരിപ്പിച്ചു. വ്യത്യസ്തമായ രീതിയിൽ ഗണിതം തന്നെ മധുരമാക്കാൻ, ലളിതമാക്കാൻ, ആസ്വാദ്യകരമാക്കാൻ ഗണേശൻ മാഷ് പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്രയും ദിവസം നടന്നത്. ഗണിത അസംബ്ലിയിലൂടെ വളരെ മികച്ച രീതിയിൽ നടത്താൻ കഴിഞ്ഞു. ഇപ്പൊ തൊട്ടടുത്ത് കഴിഞ്ഞ ഈ പരിപാടിയിൽ തന്നെ അല്ലേ, എല്ലാവരുടെയും അഹങ്കാരം സംഖ്യകളെ കുറച്ചു. നമ്മളാണ് വലുത് എന്ന് പറയാതെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി അവസാനം ഒരു നൃത്തം ചെയ്തു. അതിൽ നമുക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അല്ലേ? ജീവിതത്തിൽ ഒന്നുമല്ല, എല്ലാവരും കൂടി ചേർന്നാലേ ഏതിനും ഈണം ഉണ്ടാവുള്ളൂ. കുടുംബം എന്നെല്ലാം പറയാറില്ലേ നമ്മൾ? കുടുംബവും ഇമ്പമുള്ളതാണ് കുടുംബം. അതുപോലെ തന്നെയാണ് ഈ ഗണിത കുടുംബവും അല്ലേ? എല്ലാവരും വളരെ മികച്ച രീതിയിൽ ഗണിത ക്വിസാണെങ്കിലും പല പരിപാടികളും നടന്നു. ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും വളരെ നല്ല രീതിയിൽ നല്ല സുസംഘടിതമായിട്ട് നടത്താൻ കഴിഞ്ഞു.
എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അതുപോലെ ഗണിത അസംബ്ലിക്ക് വേണ്ടി പ്രവർത്തിച്ച ഗണേശ മാഷ്, മീനു ടീച്ചർ, കല ടീച്ചർ, അതുപോലെ ബാക്കി എല്ലാ പിന്തുണയും ചെയ്ത ടീച്ചർമാർ, അതുമാത്രമല്ല ഇതിനോട് പൂർണ്ണമായി മനസ്സിലേറ്റി ഞങ്ങൾ ഗണിത അസംബ്ലി ചെയ്യുന്ന പറഞ്ഞ് നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ടീച്ചർക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇത്ര നന്നായിട്ടൊന്നും ഇതുപോലെ സ്കിറ്റും ക്വിസും ബാക്കിയുള്ള എല്ലാതും, അതുപോലെ ആ പ്രതിജ്ഞയൊക്കെ എത്ര ഭംഗിയായി, ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട പരിപാടിയായിരുന്നു. എന്തുകൊണ്ടും ടീച്ചർക്ക് വല്ലാണ്ട് സന്തോഷം തോന്നുന്നു. ഇത്ര ഭംഗിയായിട്ടാണ് ചെയ്തത് അല്ലേ? എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇതുപോലെ ഗണിതത്തിൻ്റെ ഓരോ ആശയങ്ങളും നമ്മുടെ സാധാരണ അസംബ്ലിയിലും ഒരു ദിവസം നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്കൊക്കെ കഴിയും, ഇതിനേക്കാളും നന്നായി ചെയ്യാൻ കഴിയും. അതിനുള്ള ശ്രമം കുട്ടികളായ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. അപ്പം ചെയ്യുമല്ലോ, ചെയ്യുമെന്ന വിശ്വാസത്തോടെ എല്ലാ ആശംസകളും. ഗണിതം പറഞ്ഞാൽ എന്താണ്? ഗണിതം ഒഴിച്ചൊരു ജീവിതമില്ല നമുക്ക്. നമ്മുടെ ജീവിതം മുഴുവൻ ഗണിതമാണ്. ഗണിതവുമായി കൂട്ടിക്കുഴഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു കാര്യം കുറച്ചും കൂടി ശ്രദ്ധിക്കണം. മനക്കണക്കിന് നമ്മൾ ഇത്തിരി കൂടി എന്താണ്, കാരണം ഒരു കടയിൽ പോയാലും കാശ് കൊടുത്താലും തിരിച്ച് വാങ്ങിക്കണമെങ്കിൽ മനക്കണക്കിൽ, അപ്പോൾ പേനയും പെൻസിലും കൊണ്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ കടക്കേ. അപ്പം അങ്ങനെ കുറച്ച് മനക്കണക്കിലും കൂടി നോട്ട്ബുക്കിൽ ചെയ്യാണ്ട് മനക്കണക്കിലും കൂടി ഇനിയുള്ള പാഠങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അതിലും കൂടി ഇമ്പ്രൂവ് ആയാൽ നിങ്ങൾ നല്ല മിടുക്കന്മാരായി. നിങ്ങൾ ആരും കഴിവ് കുറഞ്ഞവരല്ല. ഇനിയും നമുക്ക് ഗണിതത്തിൽ പുതിയ ആശയങ്ങളും പുതിയ ഇതും ഗണിത അസംബ്ലിയിലും വേറെയുള്ള പ്രവർത്തനങ്ങളിലും നമ്മുടെ മികവുത്സവങ്ങൾ വരുന്നുണ്ട്. അതിലൊക്കെ അവതരിപ്പിക്കാൻ പുതിയ പുതിയ പരിപാടികൾ കണ്ടെത്തുക നിങ്ങൾക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു, ആശംസിക്കുന്നു. നല്ല പരിപാടി ഇന്നുവരെ കണ്ടെത്തുമല്ലോ. അപ്പോൾ എല്ലാവർക്കും പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങളും ടീച്ചറുകളെ സന്തോഷമായി. ടീച്ചേഴ്സിനും അതുപോലെ സന്തോഷമായിട്ടാണ് അവർക്കും പുതിയ ഐഡിയ, പുതിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും. നന്ദി. पंजाब सिंधु गुजरात मराठा द्राविड उत्तर गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ